പ്രിയമുള്ളവരെ, എൻ്റെ ഗ്രാമത്തിൽ, എൻ്റെ ഗ്രാമം അറിയാലോ, മലപ്പുറം ജില്ലയിലെ കൽപ്പകഞ്ചേരി. അപ്പോൾ എൻ്റെ വീടിൻ്റെ ഒക്കെ, ഞാൻ ഇപ്പോൾ താമസിക്കുന്ന വീടിൻ്റെ ഒക്കെ പരിസരത്തായിട്ട് നല്ല ഒരു കുളമുണ്ട് ഇവിടെ, ദേവർക്കുളം. വളരെ ഒത്തിരി ഫേമസ് ആണ്. ധാരാളം ആളുകൾ വിവിധ മേഖലകളിൽ നിന്നൊക്കെ ഇവിടെ നിന്ന് കുളിക്കാനായിട്ട് വരാറുണ്ട്. അവർ നന്നായിട്ട് ആസ്വദിച്ച് കൊച്ചുമക്കളെ നീന്തൽ പഠിപ്പിക്കാനൊക്കെ, കുട്ടികളെ നീന്തൽ പഠിപ്പിക്കാനും മറ്റുള്ളതിനൊക്കെ ഉപകാരപ്രദമായിട്ടാണ് ഈ ഒരു കുളം നിലനിൽക്കുന്നത്. മാത്രമല്ല നല്ല ഒരു കുടിവെള്ള സ്രോതസ്സിൻ്റെ ജലസംഭരണിയും കൂടിയാണ്. ഇപ്പോൾ വേനൽക്കാലമൊക്കെ നന്നായിട്ട് വെള്ളത്തിന് ക്ഷാമം വരുന്ന സമയത്തൊക്കെ ആളുകൾക്ക് ഈ അലക്കൽ, കുളിക്കൽ, മറ്റു സംബന്ധമായ കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കും. ഏകദേശം അത് എത്ര വേനലാണെങ്കിലും ശരി, ഒരു 2.5 മീറ്ററോളം വെള്ളം ഇതിലെപ്പോഴും നിറഞ്ഞു നിൽക്കും. അതുകൊണ്ട് തന്നെ ഈ പരിസര പ്രദേശങ്ങൾക്ക് ധാരാളം കൃഷികളും കുടികളൊക്കെ ഉണ്ട്. മുമ്പ് കാലങ്ങളൊക്കെ മൊത്തം പാടായിരുന്നു. ഇപ്പോൾ നമ്മുടെ വീടും സംബന്ധമായ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് പലതൊക്കെ തൂർന്നു പോയി. എങ്കിൽ കൂടെ ഇതിൻ്റെ തൊട്ട് മുകളിലായിട്ട് മേൽഭാഗത്തായിട്ട് കാണുന്നത് വലിയ വെറ്റിലത്തോട്ടങ്ങളാണ്. ഏകദേശം കണ്ടമാനം ആളുകളോടെ വന്നിട്ട് ഉപജീവനം തേടുന്ന, തൊഴിൽ ചെയ്ത് ജീവിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ വെള്ളം നിർബന്ധമാണ്. വെറ്റില കൃഷിനെ പറ്റി അറിയുന്നവർക്കറിയാം. ഏകദേശം വേനൽക്കാലം വരുന്ന സമയത്ത് 3-4 ദിവസം കൂടുന്ന സമയത്ത് നനയ്ക്കണം. അതിനൊക്കെ ധാരാളം വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അതിനൊന്നും വെള്ളം തികയാത്തൊരു സമയം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ജില്ലാ പഞ്ചായത്ത്, അതുപോലെ തന്നെ പഞ്ചായത്ത് ഭാരവാഹികളൊക്കെ കൂടെ ബന്ധപ്പെട്ട MLA, അതുപോലെ ജില്ലാ പഞ്ചായത്തൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വലിയൊരു ഫണ്ട് ഇതിലേക്ക് മാറ്റിയിട്ടാണ് ഈ ഒരു കുളം ഇങ്ങനെ നവീകരിച്ചിട്ടുള്ളത്. ആ ഒരു കുളത്തിൻ്റെ വളരെ മോശമായ ഒരു സാഹചര്യം. കാരണം ഇതിൽ വരുന്ന ആളുകൾ, ചിലർ, എല്ലാവരും എന്നില്ല, വളരെ കുറഞ്ഞ ആളുകൾ ഇതിൽ ധാരാളം വേസ്റ്റുകൾ കൊടുത്തിടുന്നുണ്ട്. ഇതിൽ മദ്യക്കുപ്പി പോലും കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ വരുന്ന സമയത്ത് എൻ്റെ 2 മക്കളും കൂടി ഉണ്ട്. അവരെയും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഈ വീഡിയോ. കാര്യം എന്താണെന്ന് വെച്ചാൽ, മക്കളിലേക്ക് ഈ ചെറുപ്രായത്തിൽ തന്നെ അങ്ങനെയൊക്കെയുള്ള ബോധം നൽകണം എന്നൊരു തിരിച്ചറിവിലാണ് ഈ വീഡിയോ. ഒരു കളർഫുൾ വീഡിയോ എന്നല്ല, ഒരു പക്ഷേ ഇത്തരം നന്മയായ പ്രവർത്തനങ്ങൾ ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട് എന്ന തിരിച്ചറിവുള്ള മാന്യപ്രേക്ഷകർക്ക് ഈ വീഡിയോ ഇഷ്ടമാവും. എന്തായാലും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായ നിർദ്ദേശങ്ങൾ അറിയിക്കാൻ മറന്നു പോകരുതെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തുടർന്നുള്ള ഒരല്പം കാര്യങ്ങൾ ഞാൻ ഈ കുളവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. ആദ്യം അതിടാൻ പാടില്ല. എന്തിനാണ് ഇത് വെറുതെ അയക്ക് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇതിക്കിടണേ? ഇടാൻ പാടില്ല. ഇത് തന്നെ കൊണ്ടുപോയിട്. ഇവിടെ ബാസ്ക്കറ്റ് കൊട്ടൊന്നുമില്ല, നമുക്ക് തൽക്കാലം ഇവിടെ കിട്ടാം. ആശുമോൻ ഇപ്പം ചെയ്ത പരിപാടി എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അപ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ അറിയോ? ആശുമോൻ എന്തിനാ അത് ചെയ്തെന്നറിയോ? ഈ വേസ്റ്റുകളൊന്നും കുളത്തിലിടാൻ പാടില്ല. ആ വേസ്റ്റ് കുളത്തിട്ടാൽ എന്ത് ചെയ്യും? അത് കഴിഞ്ഞാൽ വെള്ളം നശിക്കൂലേ? പൊതുമുതൽ എന്നാണ് എന്താ അറിയോ? ഈ പൊതുമുതൽ അപ്പോൾ ആദ്യം തിരിച്ചറിഞ്ഞില്ല ഇതൊരു പൊതുമുതലാണ്, ഈ പൊതുമുതൽ എൻ്റെതും കൂടിയാണ് എന്നൊരു തിരിച്ചറിവ് ആദ്യം ഇല്ലാത്തതുകൊണ്ടാണ് ആദ്യം എന്ത് ചെയ്ത് അതിലേക്ക് ആ വേസ്റ്റ് കൊണ്ടിട്ടത്. ഓക്കെ, അപ്പോൾ ഇനി എടുത്തിട്ട് ആദ്യം അങ്ങനത്തെ വേസ്റ്റും പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ പുല്ലുകളോ അനാവശ്യമായ മാലിന്യങ്ങളൊന്നും എന്ത് ചെയ്യരുത്, ഇത് ഇടാൻ പാടില്ല. ഇപ്പം ഇതിൽ ധാരാളം എന്ത് ചെയ്തിട്ടുണ്ട്, ആളുകൾ കൊടുത്തിട്ടില്ലേ? ഇവിടെ നോക്കാം, നീന്താൻ വേണ്ടിയിട്ട് പ്ലാസ്റ്റിക് കവർ വെക്ക്, കുപ്പി, മദ്യത്തിൻ്റെ കുപ്പി പോലും എന്ത് ചെയ്തിട്ടുണ്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കൊടുന്നിട്ടവൻ്റെയും കൂടിയാണ് ഈ മുതലെന്ന് അവൻ തിരിച്ചറിയെങ്കിൽ അവൻ്റെ വീട്ടിൽ കൊണ്ടുവരുന്ന മദ്യത്തിന് കുപ്പി ഇടുമോ? ഇല്ലല്ലോ. നമ്മളെ വീട്ടിൻ്റെ ഉള്ളിൽ മുട്ടായിൻ്റെ കവറൊക്കെ ഇങ്ങനെ ഇതുപോലത്തെ ചപ്പ് ചവറുകളായിട്ട് കൊണ്ടിടുമോ? ഇല്ല, കൊണ്ടിടുന്നത്. അപ്പോൾ അത് അവനവൻ്റെതല്ലാന്ന് തോന്നിയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഈ പൊതുമുതൽ എന്ന് പറഞ്ഞാൽ എനിക്കും കൂടി അവകാശപ്പെട്ടതാണെന്നുള്ളൊരു തിരിച്ചറിവില്ലാത്തതുകൊണ്ടാണ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അല്ലേ? നമ്മളെ വീട്ടിലൊക്കെ ഹരിതകർമ്മസേനന്റെ വണ്ടി വരുന്നുണ്ടാവും. അപ്പൊ ഓർക്കൊക്കെ നമ്മള് തരം തിരിച്ച് നമ്മള് കവറാക്കി കൊടുക്കുക. പിന്നെ മറ്റൊരു കാര്യം, ഇവിടെ നമ്മൾ ഈ കുളത്തിന്റെ പരിസരത്തൊക്കെ മൊത്തം ചെക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ വേസ്റ്റ് ഇടാനുള്ള ഒരു സംവിധാനം നമ്മുടെ കാണുന്നില്ല. ഉണ്ടല്ലേ? ഉണ്ടോ? ഇല്ലല്ലോ. അപ്പൊ എന്ത് ചെയ്യണം? പഞ്ചായത്ത് അതുപോലെ അത് ബന്ധപ്പെട്ട ആളുകൾ എന്ത് ചെയ്യണം? ആളുകൾക്ക് ഇതുപോലൊക്കെയുള്ള വേസ്റ്റ് ഇടാനുള്ള ഒരു സംവിധാനം കൂടി എന്ത് ചെയ്യണം? ഇവിടെ ഒരുക്കണം. അപ്പോൾ നിങ്ങളെ പഞ്ചായത്ത് ചെയ്യുക, അല്ലെങ്കിൽ സന്നദ്ധ സംഘടനകൾ, അല്ലെങ്കിൽ ചില സ്ഥാപനങ്ങളൊക്കെ തന്നെ സ്പോൺസർ ചെയ്യും. പൊതുനന്മക്ക് ഉപകാരപ്രദമാകുന്ന കാര്യങ്ങൾ വളരെ തുച്ഛമായ പൈസ വരുള്ളൂ. അതൊക്കെ ചെയ്ത് എന്ത് ചെയ്യണം? അതൊക്കെ ഈ വേസ്റ്റുകളോട് കുളിക്കാൻ വരുന്ന ആൾക്കാർ അവരെ കുളിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അങ്ങനെ വേസ്റ്റുകൾ, സോപ്പിൻ്റെ കവറൊക്കെ ആണെങ്കിൽ ആ കവറിൽ കൊട്ടയിലുണ്ട് നിക്ഷേപിക്കാനുള്ളൊരു തയ്യാറെടുപ്പ് നടത്തിയാൽ നമുക്ക് ഈ കുളത്തെ നല്ല നിലക്ക് പരിപാലിക്കാൻ സാധിക്കും. പറ്റില്ലേ? നമ്മളൊരു ചെറിയ ഒരു മാലിന്യമാണെങ്കിൽ വിടണമെങ്കിൽ അത് നമുക്ക് വലിയ ദോഷം ചെയ്യും. അങ്ങനെയാണ്. അതുപോലെയൊക്കെ ഇവിടെ നല്ലൊരു ലൈറ്റോ, ഇതും പൊതുസമ്പത്താണ്. ഇവിടെ ഒരു ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട്, ഒരു ചെറിയ മിനി സോളാറൊക്കെ. ഇവിടുത്തെ മുൻ MLA ശ്രീ മമ്മൂട്ടി സാഹിബാണ് ഇത് ചെയ്തിട്ടുള്ളത്. അതിനെ നശിപ്പിച്ച് കളഞ്ഞ് അത് ഉപയോഗശൂന്യമാക്കിയതെന്താ? വലിച്ചു പൊട്ടിച്ചിട്ടതാണ് ഇവിടുന്നൊക്കെ. ഇവിടുന്ന് ഈ വലിച്ചു പൊട്ടിച്ചതിൻ്റെ ഉദ്ദേശം എന്താ അറിയോ? നല്ല മനസ്സിൻ്റെ ഉടമകളായിരിക്കുന്ന ആൾക്കാർ ഇവിടെ ഈ കുളം ഉപയോഗപ്പെടുത്താനുള്ളതാണെന്നുള്ള ഉദ്ദേശത്തോടെ രാത്രി കാലങ്ങളിൽ കുളിക്കാൻ വരുന്നവരൊന്നും എന്ത് ചെയ്യില്ല,
ഈ ലൈറ്റിനെ ഇതുപോലെ നശിപ്പിക്കൂല. അപ്പോൾ ഈ ലൈറ്റ് നശിപ്പിച്ച ആൾക്കാരാരാണ്? ഇരുട്ടിനെ ഇഷ്ടപ്പെടുന്നവരാണ്. അവർക്ക് വെളിച്ചം ദോഷമാണ്. അപ്പോൾ ഇരുട്ടിൻ്റെ മറവിൽ അവർ ചെയ്യുന്നതൊന്നും നല്ല കാര്യങ്ങളാവില്ല. ഇരുട്ടിൻ്റെ മറവിൽ അവർ തെറ്റായ നീക്കങ്ങൾ ഉണ്ടാവും. അപ്പം നേരത്തെ അവിടെ കണ്ടതുപോലെ ഈ മദ്യക്കുപ്പി കണ്ടില്ല ഇവിടെ കാണുന്നത്. മദ്യപാനം ശരീരത്തിന് വലിയ രീതിയിൽ ദോഷം ചെയ്യും. എന്നിട്ട് അതിൻ്റെ കുപ്പി എന്ത് ചെയ്തു? അപ്പോൾ ഇവിടെ വന്നിട്ട് മദ്യപിച്ചു. ആ മദ്യപിച്ച കുപ്പി എന്ത് ചെയ്തു? അവർ ഈ കുളത്തിലേക്ക് ഇട്ടു. അതൊക്കെ ഗുരുതരമായ തെറ്റുകളല്ലേ? അങ്ങനെയുള്ള പലതും നമുക്കിതിൽ കാണാൻ സാധിക്കും. ടെർമോക്കുളർ നീന്തൽ പഠിക്കാൻ വരുന്നവർ കൊണ്ടുവരണമാണ്. അവർ നീന്തൽ പഠിക്കാൻ കൊണ്ടുവരുന്നതാണെങ്കിൽ അവർ കൊണ്ടുവന്നതുപോലെ തന്നെ തിരിച്ചത് എന്ത് ചെയ്യണം? അവർ ആവശ്യം കഴിഞ്ഞാൽ തിരിച്ചു കൊണ്ടുപോകണം. അല്ലാതെ കുളത്തിൽ കൊടുത്തിട്ട് ഇടാൻ പാടില്ല. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇങ്ങനെ തിരിച്ചറിവ് വരട്ടെ അല്ലേ? പൊതുമുതൽ എന്ന് പറഞ്ഞാൽ എൻ്റെതും കൂടിയാണ് എന്നൊരു തിരിച്ചറിവ് ഉണ്ടാകുക. എൻ്റെതാണെങ്കിൽ നമ്മളെ വീടിനെ നമ്മൾ എങ്ങനെ പരിപാലിക്കുന്നു അതുപോലെ പൊതുസമ്പത്തിനൊക്കെ നമ്മൾ പരിപാലിക്കും. അങ്ങനെയല്ലേ? ഓക്കെ. പ്രിയമുള്ളവരെ, ദേവർക്കുളവും അതിൻ്റെ പരിസരവും ഒക്കെ പച്ചപിടിച്ച് നിൽക്കുന്ന കാഴ്ചകളൊക്കെയാണ് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ കാണിക്കുന്നത്. മാത്രമല്ല ഇതിൻ്റെ വേനൽക്കാലത്തുള്ള ഒരവസ്ഥ ഉണ്ട്. ദേവർക്കുളം എങ്ങനെ ആയിരുന്നു എന്ന ഒരു കാഴ്ചയും കൂടി ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് കടന്നു വന്നത് ഈ പൊതു സമ്പത്തുകൾ നമ്മൾ ഓരോരുത്തരും സംരക്ഷിക്കേണ്ടത് തന്നെയാണ്. ഈ പൊതുമുതലുകളെല്ലാം നമ്മളതും കൂടിയാണ്. അതിന് വരുന്ന നഷ്ടങ്ങളെല്ലാം നമ്മൾ ഓരോരുത്തരും സഹിക്കേണ്ടതുണ്ട്. നമ്മളാണ് ആ വിടവുകൾ, ആ നഷ്ടങ്ങൾ നികത്തേണ്ടത് എന്നൊരു തിരിച്ചറിവ് നമുക്കെല്ലാവർക്കും വേണ്ടതുണ്ട് എന്നൊരു ഉദ്ദേശമൊക്കെയാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ പരസ്പരം ആരെയും പഴിചാരാനോ മറ്റു രാഷ്ട്രീയ കാഴ്ചപ്പാടുകളോ ഒന്നുമില്ല. ഒരു പൗരൻ എന്ന നിലയിൽ പ്രത്യേകിച്ച് ഈ ദേവർക്കുളത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളൊക്കെ ആയി ബന്ധപ്പെട്ട് വേണ്ടപ്പെട്ട ആളുകൾ, അതായത് ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്ന് നല്ല രീതിയിലുള്ള ഇടപെടലുകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ആ ഇടപെടലിൻ്റെ റിസൾട്ടാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു ദേവർക്കുളം കാര്യങ്ങളൊക്കെ. തൊട്ടടുത്തായിട്ടുള്ള പച്ചപിടിച്ച് നിൽക്കുന്ന പാടങ്ങൾ, ഇതൊക്കെ ഒരു കാലത്ത് നെൽപ്പാടങ്ങളായിരുന്നു. സ്വാഭാവികമായിട്ടും ജനവർദ്ധനവിനനുസരിച്ച്, ജനസംഖ്യാവർദ്ധനവിനനുസരിച്ച് അത്തരം ആളുകൾക്കൊക്കെയുള്ള ഭവനങ്ങളും മറ്റും കാര്യങ്ങളൊക്കെ ആവശ്യമാണ്. അതിൻ്റെ ഭാഗമായിട്ട് കുറേ പാടങ്ങളൊക്കെ തൂർന്നു പോയി. അവിടെ ധാരാളം വീടുകൾ വന്നു. ഇതിനോട് യോജിക്കാനോ വിയോജിക്കാനോ സാധിക്കാത്ത ഒരവസ്ഥയിലാണ് നമുക്ക് കടന്നു പോകുന്നത്. എന്താ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദേവർക്കുളത്തിൻ്റെ പഴയ, അതായത് വേനൽക്കാലത്തെ ഒരവസ്ഥ ഇതാണ്. അപ്പോൾ വേനൽക്കാലം ഏറ്റവും വേനൽക്കാലം സജീവമായിട്ട് നിൽക്കുന്ന അതിൻ്റെ അവസാനഘട്ട സമയത്തുള്ള ഒരു വീഡിയോ ഞാൻ മുമ്പെടുത്ത് വെച്ചായിരുന്നു. ആ ഒരു സമയത്ത് എങ്ങനെയാണ് ഈ ദേവർക്കുളത്തിൻ്റെ അവസ്ഥ എന്ന് മനസ്സിലാക്കാനും കൂടിയാണ് ഇപ്പോൾ കാണിച്ചത്. ഇതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാകും. ഏകദേശം ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ, വീഡിയോയുടെ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ, ഒരു 2.5 മീറ്റർ ആയത്തിൽ വെള്ളം ഇവിടെ ഇപ്പോൾ സജീവമായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ വേസ്റ്റ് മാലിന്യങ്ങളൊക്കെ കൊടുത്ത് നിക്ഷേപിക്കുന്ന സമയത്ത് ഇതെല്ലാം ഇതിലേക്ക് അങ്ങനെ അടിഞ്ഞു കൂടുകയാണ്. കാലക്രമേണ ഈ കുളം തൂർന്നു വരുന്ന സാഹചര്യം ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് ആ വേസ്റ്റ് ഒഴിവാക്കുക എന്നുള്ളത് ഇത്രയേറെ വെള്ളത്തെ വറ്റിച്ചിട്ട് വേണ്ടി വരും. അപ്പോൾ അതൊക്കെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വേനൽക്കാലത്തെ ഈ ഒരു ദേവർക്കുളവും പരിസരത്തിൻ്റെ കാഴ്ചകളും വർഷകാലത്ത് അതെങ്ങനെ നിൽക്കുന്നു എന്നുള്ള കാഴ്ചകളൊക്കെ ഈ വീഡിയോയിലൂടെ മാന്യ പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടാവും. എന്തായാലും ഇങ്ങനെയുള്ള ഒരു പ്രവർത്തനത്തെ, ഈ വീഡിയോ കുറിച്ചുള്ള മാന്യ പ്രേക്ഷകരുടെ വിലപ്പെട്ട അഭിപ്രായ നിർദ്ദേശങ്ങൾ അറിയിക്കാൻ മറന്നു പോകരുത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. കൂടുതൽ ഇതുപോലെയൊക്കെയുള്ള ഗ്രാമീണ വിശേഷങ്ങൾ, വാർത്തകളും കൂടുതൽ അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ഒരു ലൈക്ക് സമ്മാനമായി നൽകി നിങ്ങളുടെ പ്രോത്സാഹനം അറിയിക്കാനും മറന്നു പോകരുത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അടുത്ത ഒരു വാർത്തയുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ജയ് ഹിന്ദ്.